മോക്ക് ഇഷ്ടമായോ? വെള്ളം. അതിന്റെ അടിയിൽ വെള്ളം. ഏറ്റവും അടിയിലും വെള്ളം. വെള്ളം ഇല്ലാത്ത അടിയിൽ അയ്യോ മോളെ ബാഗ് പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് പോത്ത് വയറ് നിറഞ്ഞപ്പോ നീരാറ്റിന് അമേരിക്ക എല്ലാം കൂടെ. അത് കുട്ടികൾ. പോത്തിന്റെ മക്കളല്ല, കരുമാടിപ്പെട്ട. അമ്പാടിയിൽ ഉണ്ണിക്കണന്റെ ചങ്ങാതികളാ. ഇനിയിപ്പോ മോളിലെയും ചങ്ങാതികളാവും അവറ്റകള്. മരുത് പാൽക്കാരൻ മാരിയപ്പന്റെ മോനാ. ഇതാണ് എന്റെ വാലാട്ടിക്കളി. പട്ടണത്തിൽ നിന്ന് കിട്ടിയത് എനിക്ക്. ഞങ്ങള് നാട് കാണാൻ ഇറങ്ങിയതാ അല്ലേ മോളെ? ചുമ്മാ ഇത്തവണ മഴ നേരത്താണെന്ന് തോന്നുന്നു. കിഴക്ക് കാറ് കാണുന്നുണ്ട്. മോളേതാ? മോളിങ്ങി വന്നേ, ഇങ്ങി വന്നേ. അനന്തം വന്നുവല്ലോ. ഏതായി കുട്ടി? എന്റെ കൂടെ വന്നതാ. എവിടുത്തെ അനന്ത? അമ്മ മറന്നു. കഴിഞ്ഞ ഓണം വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്കൂളില്. ആ മോളാ ഇത്? എന്റെ കൂടെ പോരണമെന്ന് ഒരേ വാശി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് പോന്നു അല്ലേ മോളെ? അതെയോ? വികൃതി മോള്. ഇങ്ങോട്ട് വന്നേ. അറിയോ ഞങ്ങളെയൊക്കെ? അവക്ക് എല്ലാരും അറിയാം. ഇതാരാ മോളെ? നല്ല മോള്, നല്ല മോളെ. ചേച്ചി എവിടെ? എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. അവധിയാ 10 ദിവസം. ബാലേട്ടന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്താ ചേച്ചി? കത്ത് വല്ലതും വന്നോ? ഒന്നും എഴുതിയിട്ടില്ല. ആ നമ്മുടെ നാട് വീടൊക്കെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ഹലോ വാ. സ്കൂളിലെ കുട്ടിയാ ഗീതുമോള്. ഗീതുമോക്ക് ചേച്ചി നന്നായി അറിയാം. ഇതാരാന്ന് പറയാ മോളെ? പണിക്കുട്ടിയുടെ അമ്മ. മോള് വാ. ഉടുപ്പിൽ അപ്പിടി ചെളിയായിരിക്കല്ലേ. ഇത് മാറ്റിയിട്ട് അമ്മമ്മ വേറെ ഉടുപ്പിട്ട് തരാം. എന്നെ ചളിയാക്കിയത്. ആഹാ, എന്റെ മോടെ ദേഹത്ത് ചെളിവാരിയിടാൻ മാത്രം ആയോ വിറ്റകള്? ഇതിവിടെ കിടക്കട്ടെ, അമ്മമ്മ കഴുകിയിടാം. ഇപ്പൊ നോക്കിടാൻ. ഇതാരുടെ ഉടുപ്പാ? അതെ. എന്താ അമ്മേ ചേച്ചി ഇങ്ങനെ? ചേച്ചിക്ക് കൂടി സന്തോഷാവട്ടെ എന്ന് കരുതിയില്ലേ ഞാൻ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ടിപ്പോ
ഞാൻ എന്താ ചെയ്യാ? എന്തെങ്കിലും പറഞ്ഞ ഉടനെ കരച്ചില്ല. ബാലൻ പറഞ്ഞിട്ട് കൂടി അവള് കേൾക്കണില്ല. ഇന്നലെ ഉണ്ടായിരുന്നു ബാലന്റെ കത്ത്. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന മറക്കണേന് പകരം മനസ്സ് കൂടുതൽ വിഷമിക്കല്ലേ ചെയ്യാ? എന്തെങ്കിലും അസുഖമാണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യാമായിരുന്നു. ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മോളെവിടെ? അപ്പൂപ്പിനടുത്തുണ്ട്. ഇത് എനിക്ക് തരുവോ? പിന്നെന്താ, മോക്ക് ഇഷ്ടമാണെന്ന് വെച്ചാല് മോൾ എടുത്തോ. ഇന്ന് ആ മുണ്ടുകാരൻ ചെട്ടിയാര് വരികയാണെങ്കിലേ അസലൊരു മുണ്ട ഈ മുത്തച്ഛൻ വാങ്ങിച്ചു തരാം. പൊതുവാൾ എടുക്കുന്ന പോലെ എടുക്കട്ടെ. ഇങ്ങനെ ദേ, ഇങ്ങനെ. ആരായി പുതുവാള്? ഞങ്ങളുടെ വീട്ടിലെ കിങ് കോങ്. ആഹാ, അസലായിട്ടുണ്ടല്ലോ. എവിടെങ്ക എന്നെ കുടിഞ്ഞുവലയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? അതിനെന്താ, പോവാലോ. നീ അവളെ ഊരിൽ ഉണ്ടായിരുന്നു കൊണ്ടുപോണ്ട. ശീലം ഉണ്ടാവില്ല കുട്ടിക്ക്. അവക്ക് അതൊക്കെ ഒരു മോഹ. അതിനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലേ മോളെ? ராஜா கைய வச்சா அது ராங்க போனதில்ல பெருசு என்றாலும் பெருசு മോളെ, ആ വരുന്നത് ആരാന്ന് മനസ്സിലായോ? സൂക്ഷിച്ചു നോക്ക്. இந்த ராஜா கைய வச்சா அது ராங்க போனதில்ல பெருசு என்றாலும் பெருசு என்றாலும் சொகசு என்னோடதான் இந்த ராஜா கைய வச்ச മാരിയപ്പ, എന്നെ മനസ്സിലായോ? സൂക്ഷിച്ചു നോക്ക്. ഞാനാണ് മണിക്കുട്ടി. ஐயோ முருகா காப்பாத்து பயந்து போச்சு. யார் சாமி இந்த குழந்தை? ഇതാണ് എന്റെ വാലാട്ടികളി. ഞാൻ പറഞ്ഞിട്ടില്ലേ, പട്ടണത്തിലെ കുട്ടി. இந்த சைக்கிளை கொஞ்சம் பிடிங்க. சின்ன மணிக்குயில், ஏன் ராசாதி கண்ணு ஊரு பார்க்க வந்துட்டியா? எப்படி இருக்கு நம்ம ஊரு? இத சாப்பிடம்மா, சாப்பிடு. நல்லா அரிசி இருக்கு, சாப்பிடு. சொல்லுங்க சாமி. മേടിച്ചോ മോളെ. என்ன சாப்பிடு. உனக்கு என்ன அறியோ? அப்ப பேரு சொல்லு. சின்ன மணி கோயிலே மெல்ல வரும் மாயிலே எங்கே உஞ்சோடி. அதே அழகு, அதே பார்வை நம்ம மணிக்குட்டி மாதிரி இருக்கு இல்லையா? മോളെ പോവാം. ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണണ്ടേ. വാ. குயிலே, நாளைக்கு பார்க்கலாம். இன்னும் மாமனுக்கு நிறைய வேலை இருக்கு. அப்ப போயிட்டு வரேன் சாமி. ஓகே. എവിടെ? വെള്ളാടിമുത്തി എവിടെ? കണ്ടാ മോള് പേടിക്കുവോ? ഇല്ല. ഉറപ്പാ? എന്നാ കാണിച്ചു തരാം, വാ. മോള് പേടിക്കില്ലോ അല്ലേ? ഇല്ല. ഓ, വെള്ളാടി മുത്തിയേ വായോ, വെള്ളാടി കുന്നിറങ്ങി വായോ, എന്റെ വാലാട്ടിക്കിളിയെ കാണാൻ വായോ. വെള്ളാടിമുത്തി വായോ. പല്ലും കൊമ്പും ഒന്നും ഇല്ലല്ലോ. നോക്ക് നോക്ക്, സൂക്ഷിച്ചു നോക്ക്. അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോ വെള്ളാടി മുത്തിക്ക് പല്ലും കൊമ്പും മുളയ്ക്കും. നോക്ക് നോക്ക് നോക്ക്. വന്നൂന്ന് പുഴക്കരെ കണ്ട ചെക്കന്മാര് പറഞ്ഞു. കൊറേ നേരം ഞാനിവിടെ കാത്തു നിൽക്കാ. ഇതാരാണെന്ന് മനസ്സിലായ? ആ, ഗീതു മോളല്ലേ? കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞാൻ കാര്യാക്കില്ല കേട്ടോ. മാ മോളെ, മോൾ എന്നെ അറിയോ? വെള്ളാടിമുത്തി, എനിക്ക് പേടിയാ. ഇതോളെ ഇതോളെ നിക്ക്. അയ്യോ, അത് വെള്ളാടി മുത്തിയല്ല, തുളസി ചേച്ചിയല്ലേ? ഇല്ല, വെള്ളാടിമുത്തിയാ. ഞാൻ കണ്ട് പല്ല് മുളച്ചു വരുന്നത്. ദാ ഇപ്പൊ നോക്ക്, പല്ലും കൊമ്പും ഒന്നുമില്ലല്ലോ. പോവാം പോവാം പോവാം, വാ വാ. മോള് പേടിച്ചെന്ന് തോന്നുന്നു. തുളസി കിടന്നു, കാവില് കാണാം. വാ. ടോം എന്ന് പറഞ്ഞ
പൂച്ച, ജെറി എന്ന് പറഞ്ഞ എലി. ജെറിയുടെ നമ്പർ 1 എനിമിയാ ടോം. അതെല്ലോ, പൂച്ചയല്ലി എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ. ജെറിയെ ടോം എപ്പോഴും ഉപദ്രവിക്കൂ. അപ്പൊ ജെറി എന്താ ചെയ്യാന്നറിയോ? ഇല്ല, കേക്കട്ടെ. ദാ ഈ ഒരു വാകൂടെ. ആ, സ്വാദുണ്ടോ അമ്മമ്മയുടെ ചോറിനും കറിക്കും? എന്നിട്ട് പറയട്ടെ, ആ. ജെറി അവന്റെ കസിന് ഫോൺ ചെയ്യും. കസിന് ഭയങ്കര ശക്തിയാ. ഉഹും. പൂച്ചകളെ വാലി പിടിച്ച് കറക്കിയെറിയും. ഉവ്വോ, എന്നിട്ട് കസിൻ ജെറിയുടെ വീട്ടിലേക്ക് വരും. ഈ കുഞ്ഞുരുള കൂടി. ആ, എന്നിട്ട് പൂച്ചയ്ക്ക് കിട്ടിയോ അന്നാളുടെ കയ്യിൽ നിന്ന്? വന്നത് ആളല്ല, ജെറിയുടെ കസിനാ. അതും എലിയാ. ടോമിനെ പിടിച്ചിട്ട് കസിൻ കറക്കിയെറിയും. ടോം പോയിട്ട് അതിന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചോണ്ട് വരും. അവരെയും ഇടിച്ച് ചമ്മന്തിയാക്കും. അസലായിരിക്കുന്നു കഥ. ദേ, ഈ ഒരുള്ള കൂടി. ആ, ആഹാ, ഡ്രൈവറങ്ങളെ കൂട്ടാതെ മാമ ഉണ്ടല്ലോ നീ. ഞങ്ങൾക്ക് വിശന്നപ്പോ ഞങ്ങളുണ്ട്, അല്ലേ മോളെ? ആ, നീ അവിടെ വായൊന്ന് കഴുകിച്ചോ. വാ. എന്താ നിർമ്മല ഇത്? ആ കുട്ടിയോട് നീ ഒന്നും മിണ്ടുക പോലും ചെയ്യുന്നില്ലല്ലോ. അതിന്റെ കളിയും ചിരിയും കാണുമ്പോ ഒന്നും അല്ലെങ്കിലും മനസ്സിനൊരാശ്വാസമല്ലേ?